നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഉന്നതരുടെ ടെലിഫോൺ വിളികൾ സ്ഥിരീകരിച്ച് സോളാർ കമ്മീഷന് മുന്നിൽ സരിത എസ് നായർ. മന്ത്രിമാരും MLA-മാരും അടക്കം പ്രമുഖർ നിരന്തരം തന്നെ വിളിച്ചുവെന്ന് സരിത വിസ്താരത്തിനിടെ കമ്മീഷനോട് പറഞ്ഞു. സരിത സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന നമ്പറിൽ നിന്ന് 50 തവണയോളമാണ് ക്ലിഫ് ഹൗസിലേക്കും തിരിച്ചും വിളിച്ചിരുന്നത്. രണ്ടാമത്തെ ഫോണിൽ നിന്ന് 42 തവണയും മൂന്നാമത്തെ ഫോണിൽ നിന്ന് 38 തവണയും ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് സരിത മൊഴി നൽകി. കോളുകൾ കണക്റ്റായ ശേഷം മുഖ്യമന്ത്രിയും പലതവണ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജിക്കുമോൻ ഒരു ഫോണിൽ നിന്ന് മാത്രം ഒരു വർഷത്തിനിടെ 475 തവണ വിളിച്ചു. ടെന്നി ജോപ്പൻ 1000-ലധികം തവണ. ഇതിൽ 20% മുഖ്യമന്ത്രിയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായി തോമസ് കുരുള 140 തവണ വിളിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA ആയിരുന്ന പ്രദോഷിനെ 127 തവണ വിളിച്ചു. സർക്കാരിലെ പ്രമുഖരും മറ്റു കോൺഗ്രസ് നേതാക്കളുമായുള്ള കോൾ വിശദാംശങ്ങൾ ഇങ്ങനെ: PC വിഷ്ണുനാഥ് MLA 183, ഹൈബീഡൻ 65, മോൻസ് ജോസഫ് 164, മന്ത്രി ആര്യാടൻ മുഹമ്മദ് 81, KC വേണുഗോപാൽ MP 52, മന്ത്രി AP അനിൽകുമാർ 28, അനിൽകുമാറിന്റെ PA 185, AP അബ്ദുള്ളക്കുട്ടി MLA 23, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 12, മന്ത്രി KC ജോസഫ് 52, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 11, TC സിദ്ദിഖ് 9, ജോസ് കെ മാണി MP 6. അബ്ദുള്ളക്കുട്ടിയെ 3 തവണയും ജോസ് കെ മാണിയെ 2 തവണയും നേരിൽ കണ്ടിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിനായാണ് രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ടത്. TC സിദ്ദിഖിനെ കണ്ടത് വ്യക്തിപരമായ ആവശ്യത്തിനാണെന്നും സരിത മൊഴി നൽകി. വിഷ്ണുനാഥിനോട് സോളാറിനെ കുറിച്ചും വ്യക്തിപരമായും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം 100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ 15 പ്രാവശ്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം അതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇത് ഞാൻ കൊടുത്ത തെളിവുകളോ ഒന്നുമല്ല. അത് കമ്മീഷൻ കളക്ട് ചെയ്ത തെളിവുകളാണ് എന്നോട് ചോദിച്ചത്, അല്ലാതെ ഞാൻ കൊടുത്ത തെളിവുകളല്ല. ഉന്നത നേതാക്കളുടെ കോളുകളിൽ ഏറിയ പങ്കും അർദ്ധരാത്രിയിലും പുലർച്ചെയുമാണെന്നും സരിത പറഞ്ഞു. നിരന്തര ഫോൺ വിളികൾ മൂലം പലപ്പോഴും ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഈ സമയത്തെ കോളുകളിൽ ഭൂരിഭാഗവും ഇങ്ങോട്ട് വന്നിരുന്നവയാണെന്നും സരിത മൊഴി നൽകി. റിപ്പോർട്ടർ, കൊച്ചി. സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനിൽ സരിത നായർ കൂടുതൽ വിവരങ്ങൾ കൈമാറി. മുദ്രവെച്ച കവറിലാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് സ്റ്റേഷനുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകി പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി 20 ലക്ഷം രൂപ വാങ്ങിയെന്നും സരിത പറഞ്ഞു. സരിത നൽകിയ മൊഴി സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ 2 ദിവസം കൂടിയേ നൽകാനാവൂവെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തുടർന്നാണ് മുദ്രവെച്ച കവറിൽ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾക്ക് സരിത മറുപടി നൽകിയത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് പിടിച്ചെടുത്ത വിവാദകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതിലുമുണ്ട്. അവശേഷിക്കുന്ന തെളിവുകൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. എൻ്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ല, കാര്യം അത് എനിക്ക് സെക്യൂരിറ്റി വേണം. അപ്പം ഞാൻ അതിൻ്റെതായ രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യും. നാളെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി പോലീസ് അസോസിയേഷന് 20 ലക്ഷം രൂപ സംഭാവന നൽകിയതായി സരിത മൊഴി നൽകി. ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കി ഉത്തരവിറക്കാം എന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ഉറപ്പ് നൽകി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അജിത്തിന് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ വെച്ച് പണം കൈമാറി. തുടർന്ന് 2013 മെയ് 13 അസോസിയേഷൻ പ്രമേയം പാസാക്കുകയും ADGP ശങ്കർ റെഡ്ഡി ഉത്തരവിറക്കുകയും ചെയ്തു. കൊടുത്ത പണത്തിന് പകരമായി അസോസിയേഷന്റെ സുവനീറിൽ ടീം സോളാറിന്റെ പരസ്യം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. താൻ അറസ്റ്റിലായതോടെ 103-ാം പേജിൽ അഭ്യുദയകാംക്ഷിയുടെ ആശംസ എന്ന രീതിയിലാണ് പരസ്യം വന്നത്. സംഭാവനയെക്കുറിച്ച് അറിയില്ലെന്ന് പറയാൻ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനിലൂടെ അസോസിയേഷൻ ഭാരവാഹികൾ ശ്രമിച്ചു. വയനാട് കളക്ടറേറ്റ്, കോഴിക്കോട്ടെ മുക്കം എന്നിവിടങ്ങളിൽ സോളാർ പദ്ധതി നേടിയെടുക്കാൻ MI ഷാനവാസ് MP സഹായിച്ചിരുന്നു. അറസ്റ്റിലാകുന്നതിന് 6 മാസം മുമ്പ് തന്റെ യഥാർത്ഥ പേര് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും സരിത പറഞ്ഞു. അതിനിടെ കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷനിൽ ഹാജരാവാതിരിക്കാൻ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്നാണ് മന്ത്രി പ്രസംഗിച്ചത്. വായ്നോക്കുകളുടെ അടുത്ത് 15 മണിക്കൂർ മുഖ്യമന്ത്രി ഇരിക്കേണ്ടതില്ലായിരുന്നുവെന്ന പരാമർശത്തിന് ഷിബു ബേബി ജോണിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമായിരുന്നു. ഇക്കാര്യത്തിൽ അഭിഭാഷകന്റെ വിശദീകരണത്തിന് ശേഷം നടപടി ഉണ്ടാവും. റിപ്പോർട്ടർ, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് കൈമാറിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെയാണ് പുറത്തുവന്ന ഭാഗത്തെ ആരോപണം. സഹിൻ ആന്റണി വിവരങ്ങളുമായി. സഹിൻ, എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഭാഗത്തുള്ള വിവരങ്ങൾ? നിഷാദ്, ഈ സരിത ഇന്ന് കൈമാറിയ കത്തിൻ്റെ വരികളാണ് ഇത് സരിത പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഞാൻ പല മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയുമായും MLA-മാരുമായും ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ പലരിൽ നിന്നും വളരെ മോശമായ പ്രതികരണങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലർ എന്നെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു. എൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യുത മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഒട്ടേറെ തവണ കാണേണ്ടതായും ടെലിഫോണിൽ ബന്ധപ്പെടേണ്ടതായും വന്നിട്ടുണ്ട്. എൻ്റെ പിതാവിനോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്.
മറ്റൊരു ഇതിൽ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കമ്പനി റിന്യൂവൽ എനർജി പോളിസിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് തവണ ആര്യാടൻ മുഹമ്മദിനെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭങ്ങളിൽ അദ്ദേഹം എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് തന്നെയാണ് സരിത പറഞ്ഞിരിക്കുന്നത്. സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷൻ കൈമാറിയ കത്തിലെ ഒരു ഭാഗമാണത്. ആര്യാടൻ മുഹമ്മദ് ഒരു സന്ദർഭത്തിൽ അപമര്യാദയായി പെരുമാറി എന്നതാണ് അവരുടെ ആരോപണം. ഈ വിഷയം തന്നെ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് പി എസ് സലീം, എ റഹീം, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രേക്ഷകർക്ക് ഫേസ്ബുക്കിൽ അഭിപ്രായം കുറിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്താം. ടെലിഫോണിൽ വിളിച്ച് ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. ആദ്യം പി എസ് സലീം, ഇന്ന് കമ്മീഷന് മുൻപാകെ വന്നിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ അതിൽ ചില ടെലിഫോൺ രേഖകളുണ്ട്. കേരളത്തിലെ പ്രമുഖരായ MLA-മാരും UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കമുള്ള ആളുകൾ അവരെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ. രാത്രി പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത വിധമായിരുന്നു പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കളുടെയും നിരന്തരമായ വിളിയെന്ന് ഈ രേഖകൾ, സാങ്കേതിക തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് സരിത എസ് നായർ. എന്ത് ജനസേവനത്തിനാണ് ഇത്തരമൊരാളെ അർദ്ധരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്? അല്ല നിഷാദി, ഈ സരിത നായരുടെ ടെലിഫോൺ വിളികൾ അത് വളരെ മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. ഈ സരിത നായരുടെ ടെലിഫോൺ വിളികളിൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും മാത്രമേ ഉള്ളൂ. വേറെ CPM-ന്റെ നേതാക്കന്മാര് സരിത അറസ്റ്റിലാകുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ആരെയൊക്കെ വിളിച്ചു? ഇത്തരം രേഖകളൊന്നും കാണുന്നില്ല. ഇപ്പൊ ടെലിഫോൺ വിളികളുടെ കാര്യം നമ്മൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പല ആളുകളും തീർച്ചയായിട്ടും നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരെയും MLA-മാരെയും മന്ത്രിമാരെയൊക്കെ വിളിക്കുന്ന ഫോൺ കോളുകൾക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ള ഒരു പുതിയ ജനകീയ മുഖത്തിന്റെയും ജനകീയമായ പ്രവർത്തനശീലയുടെ ഭാഗമായി ഒരുപക്ഷെ പല ജനപ്രതിനിധികളും ഇവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. അന്നൊന്നും സരിത നായരുടെ തട്ടിപ്പിന്റെ മുഖം കേരളത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടില്ല എന്ന് ഓർക്കണം. തിരിച്ചറിയാൻ കഴിയാതെ ആ കാര്യം ഞാൻ വാദത്തിന് അംഗീകരിക്കാം. പക്ഷേ പി എസ് സലീം, താങ്കൾ മറുപടി നൽകേണ്ട കാര്യം ഇതാണ്. വിളിച്ചിട്ടേ ഇല്ല എന്ന് നിരവധി തവണ ഈ വിവാദം പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞ നേതാക്കൾ അർദ്ധരാത്രി പലതവണ അങ്ങോട്ട് വിളിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരികെ വിളിക്കുന്നത് ഒരു സ്ത്രീയെ അർദ്ധരാത്രി ഉറങ്ങാൻ കഴിയാത്ത വിധം എന്നെ ശല്യപ്പെടുത്തിയെന്ന് അവർ പരാതിപ്പെടും പ്രകാരം എന്തിനാണ് വിളിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, അവരെ വിളിക്കുന്ന എല്ലാവരുടെയും വിശദാംശങ്ങൾ പുറത്തു വരുന്നില്ല, സെലക്റ്റീവായി മാത്രമേ വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും ആളുകളുമായി അവർക്ക് ബാന്ധവം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള മെഷീനറി ഉണ്ട്. അതൊന്നും നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഈ തരത്തിൽ സെലക്റ്റീവായ വിവരങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ, അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. അതൊന്നുമല്ല. എന്തിനാണ് അർദ്ധരാത്രി ഒരു സ്ത്രീയെ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത്? ഇത്രയധികം കോളുകൾ അവർക്ക് അങ്ങോട്ട് പോയിട്ടുള്ളതിൻ്റെ കാരണം എന്താണ്? അതിന് ഉത്തരം പറയണം. അല്ലേ നിഷാദ്, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് സരിത നായരെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അത്തരം ആളുകളുടെ വിവരം ശേഖരിച്ചില്ല, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകിയിട്ടില്ല? വളരെ ഇന്റലിജന്റ് ആയ ഒരു ചോദ്യമാണ്. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് ഞങ്ങളുടെ ശൈലിയല്ല, ഇത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഒരു CPM നേതാവിൻ്റെയും ഒരാളുടെയും സ്വകാര്യതയിലേക്കോ ടെലിഫോൺ വിളികളിലേക്കോ ആഴ്ന്നിറങ്ങാനുള്ള ഒരു ശ്രമവും കേരളത്തിൽ 4.25 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഞങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് ആരെയും വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ഒരു താല്പര്യം, അത് രാഷ്ട്രീയ താല്പര്യത്തിന് പേരിലാണെങ്കിലും ഞങ്ങളില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ കേവലം ഒരു മസാല കേസിന്റെ മേൽബോഡി മാത്രം ചേർത്ത് ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസുകാരായി നിങ്ങൾ എല്ലാവരും. അതിനപ്പുറം ഇതിന് വലിയ വിശാലമായ സാമ്പത്തിക തട്ടിപ്പിന്റെ തലമുണ്ട് എന്ന് ഇപ്പോൾ കൂടി നിങ്ങൾ അംഗീകരിക്കണം. എ റഹീം, അത് വിശാലമായ ജനകീയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയുടെ ഭാഗമാണ്. ആളുകൾ വിളിച്ചാൽ അവരെ തിരികെ വിളിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കും. അതുണ്ടെങ്കിൽ ആ സേവനം ചെയ്തു കൊടുക്കും. നിങ്ങളെപ്പോലെയല്ല, കുറച്ചുകൂടി ജനകീയമായ, സിമ്പിളായ, ഫ്ലെക്സിബിളായ നേതാക്കളാണ് കോൺഗ്രസിനുള്ളത്. അല്ല, അത് ഞങ്ങളെപ്പോലുള്ള നേതാക്കളല്ല എന്ന് കേരളത്തിന് ഏതാണ്ട് പൂർണ്ണമായി തെളിവ് സഹിതം
തെളിവ് സഹിതം ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോൾ അത് കൂടുതൽ ഇനി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ സലീം പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ രസകരമായ കൗണ്ടറാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശൈലി, UDF ശൈലിയെക്കുറിച്ചാണ് അദ്ദേഹം വാചാലമായത്. നിഷാദിൻ്റെ ചോദ്യവും അതിൽ പിടിച്ചായിരുന്നു. ശ്രീ സലീം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LDF നേതാക്കളോടൊന്നല്ല, നിങ്ങൾ ആരോടാണ് നീതി പുലർത്താതിരുന്നത്? നിങ്ങൾ പറ. നിങ്ങൾ അബ്ദുള്ള കുട്ടിയോടെങ്കിലും നീതി പുലർത്തണ്ടായിരുന്നു. അബ്ദുള്ള കുട്ടിക്കെതിരെ ഇതേ സരിത FIR ഇടാൻ മാത്രം പരാതി കൊടുക്കാൻ കാരണമായത് അത് തമ്പാനൂർ രവി പറഞ്ഞിട്ടാണ്, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ പറഞ്ഞിട്ടാണ്, ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടാണ്, ബെന്നി ബെഹനാൻ അറിഞ്ഞിട്ടാണ് എന്ന് പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ എത്തിയില്ലേ? നിങ്ങൾ ഞങ്ങളോട് വലിയ നീതി പുലർത്തിയ കാര്യം പറയുമ്പോൾ ജോസ് തെറ്റിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ സരിത നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരുമായിട്ട് പ്രാദേശിക തലത്തിലുള്ളവരുമായിട്ടെങ്കിൽ പോലും എന്തെങ്കിലും ബന്ധം സരിതയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ സരിതയുടെ ഫോൺ കോൾസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ലാപ്ടോപ്പ്, മുഴുവൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റും നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അതൊന്നും ഇനി പറയാൻ വേണ്ടി നിൽക്കണ്ട. ഇതിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയനീയമായ കാഴ്ചയാണ്. കേരളീയരാണെന്ന് പറയാൻ കഴിയാത്ത വിധം അപമാനകരമാവുന്ന കാര്യമാണ്. സ്വന്തം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്യുന്നത്. ആര്യാടൻ മുഹമ്മദ് സ്വന്തം അച്ഛനോളം പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് സരിത പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന അബ്ദുള്ള കുട്ടിയുടെ വിഷയം, അബ്ദുള്ള കുട്ടിയാണ് ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ പ്രകാരം താരതമ്യേന ഏറ്റവും കുറച്ച് സരിതയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നയാൾ, കണ്ടിരിക്കുന്നയാൾ. അപ്പോൾ മറ്റു ഒരുപാട് നേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ശ്രീ PC വിഷ്ണുനാഥ്, ഓരോ പേരുകളെന്താ. ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വേറൊരു പേരുണ്ട്, പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ശ്രീ അജിത്ത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ നിത്യസന്ദർശകനും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഒരാളുമാണ്. ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് 20 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസെല്ലാം തന്നെ കൈക്കൂലിയുടെയും കച്ചവടമുറപ്പിക്കലിൻ്റെയും കേന്ദ്രമാക്കി ഉമ്മൻചാണ്ടി സർക്കാർ മാറ്റി എന്നുള്ളതാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും എല്ലാം ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഷുഹൈർ റഹീം, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിലൊന്നായി ഇന്ന് പുറത്തു വരുന്നത് പോലീസ് അസോസിയേഷൻ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് അസോസിയേഷന്റെ തലപ്പത്തുള്ളയാൾ 20 ലക്ഷം രൂപ സംഭാവനയായി ആവശ്യപ്പെടുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കാമെന്നാണ് വാഗ്ദാനം. പണം വാങ്ങി, പക്ഷേ രസീത് നൽകുന്നില്ല. അതായത് അവിഹിതമായ തുകയാണത്, അത് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അത് വിടാം. പക്ഷേ അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ തലപ്പത്തുള്ള ശങ്കർ റെഡ്ഡി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സോളാർ പാനൽ ഉപയോഗിക്കണമെന്ന പ്രമേയം പാസ്സാക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ പണം വാങ്ങിയത് വഴി അവർക്ക് ഗുണപരമായ ഉത്തരവ് പോലീസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്കെതിരെ അന്വേഷണം നടത്തേണ്ട, നിഷ്പക്ഷമായ അന്വേഷണം നടത്തി വിവരങ്ങൾ കണ്ടെത്തേണ്ട പോലീസ് സംവിധാനം ആ അസോസിയേഷനടക്കം പണം കൊടുത്ത് അവരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടവരായി മാറിയിട്ടുണ്ട്. ആ പോലീസിനെയാണ് ഈ കേസിൽ നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിഷാദ്. മാത്രമല്ല, ശങ്കർ റെഡ്ഡിയുടെ പേര് ഞാൻ നേരത്തെ പരാമർശിക്കാൻ വിട്ടുപോയതാണ്. ശങ്കർ റെഡ്ഡി ഇന്നത്തെ ദിവസത്തെ വാർത്തയിൽ വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. സുകേശിനെതിരായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതേ ശങ്കർ റെഡ്ഡിയാണെന്ന് ഓർക്കണം. 3 ഉദ്യോഗസ്ഥന്മാരെ മറികടന്നുകൊണ്ടാണ് ഇതേ ശങ്കർ റെഡ്ഡിയെ വിജിലൻസിന്റെ തലപ്പത്തേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നത്. ഇവിടെ വളരെ കൃത്യമാണ്, ഉമ്മൻചാണ്ടി സർക്കാർ തുടരുന്ന ഓരോ ദിവസവും തെളിവുകൾ നശിപ്പിക്കുന്നു, അതിന് ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിക്കുന്നു, ചിലരെ ജഡ്ജിമാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പ്രലോഭിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങൾക്ക് അനുകൂലമായി ഈ വലിയ സ്കാമിൽ നിന്നും, ഈ വലിയ കുംഭകോണത്തിൻ്റെ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനും അതിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള വഴികളാണ് അവർ തേടുന്നത്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് പുറത്തു വന്നത് പ്രകാരം സർക്കാരിന് നഷ്ടമുണ്ടായി. CM എല്ലാം പലപ്പോഴും ചോദിച്ചൊരു കാര്യം അതായിരുന്നു. ആ വാദമാണ് ഇന്നത്തെ തെളിവോടുകൂടി പൊളിഞ്ഞു വീണിരിക്കുന്നത്. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ പോലീസ് സേനയിൽ സോളാർ വൽക്കരണവുമായി ബന്ധപ്പെട്ട്, സോളാർ സ്ഥാപിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന പോലീസ് അസോസിയേഷന്റെ പ്രമേയം ശങ്കർ റെഡ്ഡിയുടെ ഉത്തരവ്. സർക്കാർ എന്ത് ചെയ്തു കൊടുത്തു എന്നാണ് ഇത്രയും കാലം ചോദിച്ചത്. സർക്കാർ ചെയ്തു കൊടുത്തതിന് കൃത്യമായി ഉമ്മൻചാണ്ടിക്ക് എന്താണ് പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? സോളാർ ചർച്ചകളിൽ ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരായ ഇവരെ ഇപ്പോൾ കാണാനായില്ല. വിശ്വനാഥ് തെറ്റിക്ക തുടങ്ങിയ ആൾക്കാരെ സരിത പറയുന്നതിന് മറുപടി അവർക്ക് പറയാനില്ലാത്തതുകൊണ്ടാണോ അത് സത്യങ്ങളായതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, അവരെ ഇപ്പോൾ കാണാനില്ല. ശ്രീ PS സലീം, താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു, പൂർത്തീകരിക്കൂ. താങ്കൾ എന്താണ് അക്കാര്യത്തിൽ പറയാൻ വന്നത്? അല്ല, ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ A. റഹീം ഒരു കാര്യം സൂചിപ്പിച്ചു. ഈ
എന്ത് സഹായമാണ് ഗവൺമെന്റ് സരിതയ്ക്ക് നൽകിയെന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം പൊളിഞ്ഞു എന്നുള്ളതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പോലീസ് അസോസിയേഷന്റെ ഒരു പ്രമേയമായിട്ട് സരിത ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, റഹീം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പോലീസ് അസോസിയേഷന്റെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാതെ ഞാൻ പോലീസ് അസോസിയേഷന്റെ പ്രമേയമല്ല, അത് ADGP ശങ്കർ ഉത്തരവായി ഇറക്കിയതാണ്. ഇത് പോലീസ് അസോസിയേഷൻ സംഘടനയുടെ പ്രമേയമല്ല CPA സലീം, അത് ശങ്കർ റെഡ്ഡി ഉത്തരവായി ഇറക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കണം, പക്ഷേ ഇന്ന കമ്പനിക്ക് അത് നൽകണമെന്നുള്ള വ്യക്തത അതിലുണ്ട് എന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ നിങ്ങൾ ഈ സോളാർ എന്ന വാക്ക് കേട്ടുമ്പോൾ അത് പെട്ടെന്ന് സരിതയുമായി നിങ്ങൾ ലിങ്ക് ചെയ്യുന്നതാണ് ഈ കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ചോദ്യം അതല്ല. കേരളത്തിൽ സരിതാ നായരുമായി ബന്ധപ്പെട്ട ആ തട്ടിപ്പ് കമ്പനിക്ക് കേരള സർക്കാരിന്റെ ഏതെങ്കിലും സഹായം നൽകിയതായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീമിനെ വെല്ലുവിളിക്കുന്നു, തെളിയിക്കാൻ. ഇത് സരിത സോളാർ കമ്മീഷൻ കൊടുത്ത വെളിപാടുകൾ, അത് തെളിവുകളായി, അത് സ്ഥിരീകരണമായി വന്നാൽ സരിത പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഒരു സഹായവും കേരള സർക്കാരിൽ നിന്ന് ഈ സരിതയുടെ തട്ടിപ്പ് കമ്പനിക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് അസോസിയേഷൻ പ്രമേയമൊന്നും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ സൂര്യകാഴിയുടെ എല്ലാ വിഷയങ്ങളെ കുറിച്ചൊന്നും പ്രതികരിക്കേണ്ട ബാധ്യതയൊന്നും കോൺഗ്രസിനില്ല. പോലീസ് അസോസിയേഷനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, CPM അനുഭാവികളുണ്ട്. അതൊരു ഭരണത്തിന്റെ ഭാഗമായിട്ടൊന്നും ആരും കാണുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം, നമ്മൾ ഒരു സർക്കാർ എന്ത് സഹായം ചെയ്തു കൊടുത്തു, ഇല്ല, ഉണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് വക്താക്കൾ എല്ലാവരും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അണികളുമായ എല്ലാവരും, ഈ നേതാക്കളെല്ലാം പരിശുദ്ധരാണെന്നും സരിതയെ പോലൊരു തട്ടിപ്പുകാരി, നിങ്ങളിപ്പോൾ നിരന്തരം ആക്ഷേപിക്കും പ്രകാരം ഒരു തട്ടിപ്പുകാരിയോട് ഒരു ബാന്ധവത്തിന്റെ കാര്യവും ഇല്ലാത്തവരാണെന്ന് കരുതിപ്പോന്നവരാണ്. ഇന്നിപ്പോൾ ദാ പുറത്തു വരുന്നു, ഈ പ്രമുഖരായ നേതാക്കൾ 172ഉം 56ഉം 1000-ലധികവും ഒക്കെ വിളിച്ച നേതാക്കളുടെ കോൾ ലിസ്റ്റ് പുറത്തു വരികയാണ്. നിരന്തരം തട്ടിപ്പുകാരിയെന്ന് ആക്ഷേപിക്കുന്ന ആളെ വിളിച്ചിട്ടാണ് നിങ്ങളുടെ സാക്ഷിയെ സ്വാധീനിക്കാൻ തമ്പാനൂർ രവി ശ്രമിക്കുന്നത്. നിരന്തരം നിങ്ങൾ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുമായി എന്തിനാണ് ഈ രാത്രികാല ഫോൺ ബന്ധം? അവരെ ഉറങ്ങാൻ സമ്മതിക്കാത്ത വിധം അവരെ വിളിച്ച് എന്ത് ജനസേവനം നടത്തുകയായിരുന്നു? നിങ്ങൾക്ക് കോൺഗ്രസിന് വേണ്ടി ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെന്ന നിലയ്ക്ക് ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ? അല്ല നിഷാദ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിഷാദ്, ഈ പാതിരാ വിളികളുടെ കാര്യം വളരെ ജനറലൈസ് ചെയ്ത് അടച്ച് ആക്ഷേപിച്ച് പറയുന്നുണ്ട്. എത്ര കോൺഗ്രസ് നേതാക്കന്മാര്, എത്ര കോൺഗ്രസ് MLA-മാര് ഈ പാതിരാ വിളികളിൽ ഇങ്ങനെ ദീർഘമായി സംസാരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പം അത് സ്പെസിഫിക് ആയിട്ട് എത്ര പേരുടെ പേര് പറയാൻ കഴിയും? ആരെങ്കിലും ഒരു കോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടൊരു ജനപ്രതിനിധിയെ സമീപിച്ച് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ, ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന കാലത്ത് നിഷാദ്, ഞാൻ പറയാം, ഈ സരിതയുടെ തട്ടിപ്പ് നിഷാദിന് അറിയില്ല, റിപ്പോർട്ടർ TVക്ക് അറിയില്ല, ആർക്കും അറിയില്ല. പിന്നീട് UDF ഗവൺമെന്റ് ആണ്, ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ സരിതയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന് അവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ് ആണ്. അതിനുശേഷമാണ് സരിതയുടെ ആൾമാറാട്ടം അറിയുന്നത്. അതിനുശേഷമാണ് ബിജു രാധാകൃഷ്ണൻ സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊല്ലതാണെന്നറിഞ്ഞ് അതിന് ട്രയൽ കൊണ്ടുവന്ന് ആ കേസ് കൺവിക്ട് ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യ SP മരിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്തല്ല, CPM-ന്റെ ഗവൺമെന്റ് കാലത്താണ്. ഇക്കാര്യത്തിൽ ഒരു പുതിയ പദ്ധതിയുമായി, ഒരു വ്യവസായ സ്ഥാപനവുമായി ഒരു സ്ത്രീ വരുന്നു, പദ്ധതികൾക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ പല നേതാക്കളെയും കാണുന്നു, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു ജെനുവിൻ കേസാണെന്ന് കരുതി ആ നിലയ്ക്ക് പലരും സഹായം ചെയ്തിട്ടുണ്ട്, പലരെയും വിളിച്ചിട്ടുണ്ട്, തിരിച്ചും വിളിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ ഞങ്ങൾ തന്നെയാണല്ലോ അവരെ അകത്താക്കിയത്, അതുകൂടി നിങ്ങളിവിടെ പറയണം എന്നതാണ് സലീമിൻ്റെ അക്കാര്യത്തിലുള്ള വാദം. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്, ആ വിളികളിൽ കാര്യമായ കുഴപ്പമൊന്നും കാണേണ്ടതില്ല എന്ന്. ശ്രീ സലീം, നിഷാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സരിത എസ് നായർ ഒരുപാട് തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും. അവരുടെ കുഞ്ഞിന് ജന്മം നൽകിയത് ജയിലിനുള്ളിൽ വെച്ചാണ്. ഇതെല്ലാം തന്നെ ഒരാളുടെ ട്രാക്ക് റെക്കോർഡായി ഉണ്ട്. ഇങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ നിലവിൽ 2 കോടതികളിൽ നിന്ന് പിടികിട്ടാപ്പുള്ളിയായി വാറണ്ടുണ്ടായിരുന്ന ഒരാൾ, ആ ആളിന് എങ്ങനെയാണ് കേരള മുഖ്യമന്ത്രിയുടെ അതീവ സുരക്ഷയുള്ള ക്ലിഫ് ഹൗസിലേക്ക് ഫോൺ ചെയ്യാനും കടന്നു വരാനും, ഇഷ്ടമുള്ളപ്പോഴെല്ലാം അതീവ സുരക്ഷയുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരാനും, അവിടുത്തെ പരിചയക്കാരിയായി മാറാനും 1000ഉം 2000ഉം തവണ വിളിക്കാനും ഒക്കെ കഴിയുന്നത്? ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ നിങ്ങളത് അറിഞ്ഞുകൊണ്ട്,
ഇല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കണം, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അത്ര കണ്ട് മോശമായിരുന്നുവെന്നും പരാജയമായിരുന്നുവെന്നും ഈ 4.25 വർഷം കഴിഞ്ഞതേ ഈ ഭരണത്തിന് തിരശ്ശീല വീഴാൻ പോകുമ്പോഴേക്കും നിങ്ങൾ സമ്മതിക്കണം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇതൊരു കൂട്ടു മുതൽ മുടക്കായിരുന്നു. നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം, കേരളത്തിലെ എംപിമാർ, മറ്റു ചില MLA-മാർ ഇവരെല്ലാവരും ചേർന്ന് ഒരു കൂട്ടു മുതൽ മുടക്കായിരുന്നു. ആ മുതൽ മുടക്കിലേക്ക് സലീം, അവസാനമായി താങ്കളിലേക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള കത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ആര്യാടൻ മുഹമ്മദിനെതിരെ ആരോപണമുണ്ട്. അതൊരു ആരോപണം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നിഷേധിക്കാം. പക്ഷേ 2 ദിവസത്തിനകം മുഴുവൻ തെളിവും കൈമാറണമെന്നാണ് കമ്മീഷൻ നൽകിയിട്ടുള്ള അന്ത്യശാസനം. അതനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് മുൻപായി എല്ലാ തെളിവുകളും കൈമാറുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മല്ലേലി ശ്രീധരൻ നായരുമായി ഒരുമിച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളടങ്ങിയ ഡിജിറ്റൽ എവിഡൻസും ഉണ്ട് എന്ന് അവർ വാദിക്കുന്നു. ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളെന്ന നിലയ്ക്ക് താങ്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുവോ മുഖ്യമന്ത്രിയും മല്ലേലി ശ്രീധരൻ നായരും സരിതയും ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു തെളിവും കേരളത്തിൽ പുറത്തു വരാൻ പോകുന്നില്ല എന്ന്? അല്ലെ നിഷാദ്, അതിനു മുമ്പ് ഒരു ചോദ്യം. ഇവിടെ നമ്മുടെ AR റഹീം പറഞ്ഞൊരു കാര്യം, അതീവ സുരക്ഷയുള്ള ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിതയെ പോലെ തട്ടിപ്പുകാരിക്ക് എങ്ങനെ വരാൻ കഴിയുമെന്നത് ഞാൻ നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ എത്രയോ ദിവസങ്ങൾ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രി ഓഫീസിന് മുമ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ അവിടെ ക്ലിഫ് ഹൗസിലോ സെക്രട്ടറിയിലോ ഉണ്ടായിട്ടുണ്ടോ? അവിടെ കടന്നു വരാനുള്ള ഒരു ജനാധിപത്യ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ആ ഒരു പബ്ലിക്കിന്റെ ഒരു ആക്സസ് ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറുചോദ്യം അത് അവിടെ ആപ്ലിക്കബിൾ അല്ല എന്നാണ്. ഇതിന് ഉത്തരം പറയും. ഈ ഡിജിറ്റൽ തെളിവ് പുറത്തു വരുമെന്ന് സരിത പറയുന്നതിനെ നിങ്ങൾ നിരാകരിക്കുമ്പോൾ ഇപ്പോഴും ഒരു തെളിവും വരാനില്ല എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല നിഷാദ്, ഇതിൽ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. ഈ നമ്മുടെ പാറമട നടത്തുന്ന ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളതും അവരുടെ ശ്രീധരൻ നായർ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളത് മുഖ്യമന്ത്രി പരസ്യമായി അഡ്മിറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ഡൈവേർട്ട് ചെയ്യാനാണ് സരിത ശ്രമിക്കുന്നത്. സരിതയുമൊത്താണ് ശ്രീധരൻ നായർ മുഖ്യമന്ത്രി കണ്ടു എന്നുള്ളത്. മുഖ്യമന്ത്രി വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ശ്രീധരൻ നായരെ നേരിട്ട് അറിയാവുന്ന ആളാണ്. ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിന്റെ ഫലമാണ്. ഇനി സരിതയുടെ ഫോൺ വിളി പട്ടികയിൽ പേര് വന്നവരുടെ വിശ്വാസ്യത ചോർന്നുവോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 88% പേർ ഫോൺ വിളിക്കാരായ നേതാക്കളുടെ സ്വീകാര്യത നഷ്ടമായെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 12% ആളുകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നേതാക്കൾക്ക് കാര്യമായ ആഘാതം ഉണ്ടാക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം PA സലീം, AR റഹീം നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു. നമസ്കാരം.